മംഗളദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തന്നെ തീർത്ഥാടകർക്ക് ഒരു അവിസ്മരണീയ അനുഭവമാണ്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിലൂടെ 16 കിലോമീറ്റർ കണ്ണകി ക്ഷേത്രം വരെ നീളുന്ന യാത്ര. വർഷത്തിൽ ഒരൊറ്റ ദിവസം മാത്രമാണ് ഈ പാതയിലൂടെ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നത്. ചിത്രാ പൗർണമി നാളിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വൈവിധ്യങ്ങൾ നിറഞ്ഞ സാംസ്കാരിക സമന്വയത്തിന് മംഗളദേവി ക്ഷേത്രം വേദിയാകും. ഇത്തരമൊരു ക്ഷേത്രവും ഉത്സവ ചടങ്ങുകളും രാജ്യത്ത് തന്നെ മറ്റൊന്നില്ല. കേരളാവിലിരുന്നും தமிழ்நாட்டிலிருந்தும் ஏறக்குறைய ஒரு 40,000 பக்தர்கள் இன்னைக்கு வந்திருக்காங்க. இது வருடத்திற்கு ஒரே ஒரு முறை இந்த கோயில் திறக்கப்படுகிறது. அந்த திறக்கப்படுற நாளில் சரியாக தெரிஞ்சுக்கிட்டு ஜனங்கள் இன்னைக்கு வந்துருவாங்க. அந்த மாதிரி வந்திருக்காங்க. ഇടുക്കി കളക്ടറുടെയും തേനി കളക്ടറുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുമളിയിൽ വെച്ച് ഒരു കോർഡിനേഷൻ മീറ്റിംഗ് നടക്കാറുണ്ട്. ആ കോർഡിനേഷൻ മീറ്റിങ്ങിലെ തീരുമാനം അനുസരിച്ച് മാത്രമാണ് മംഗളാദേവിയിലെ ഉത്സവത്തിൻ്റെ ചടങ്ങുകളും ഇവിടേക്കുള്ള പ്രവേശനവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നതും അതനുസരിച്ചാണ് നിയന്ത്രിക്കപ്പെടുന്നതും. ക്ഷേത്രത്തിലെ 2 ശ്രീകോവിലുകളിലൊന്നിൽ കേരളവും മറ്റൊന്നിൽ തമിഴ്നാടുമാണ് പൂജകൾ നടത്തുന്നത്. ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാരാണ് ഉത്സവ നടത്തിപ്പിന്റെ സംഘാടനത്തിൽ നേതൃത്വം നൽകുന്നത്. സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ തന്നെ കേരളവും തമിഴ്നാടിന്റെയും ജില്ലാ ഭരണകൂടങ്ങളും ഒരുമിച്ച് തന്നെയാണ് ഇത്തവണയും ഉത്സവത്തിന്റെ കോർഡിനേഷൻസ് ചെയ്യുന്നത്. വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് കുമളി മുതൽ അതുപോലെ തന്നെ ടെമ്പിൾ ടോപ്പ് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും എല്ലാ വകുപ്പിന്റെയും സേവനങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചതുരാകൃതിയിലുള്ള പാറക്കെട്ടുകൾ അടുക്കി നിർമ്മിച്ചിരിക്കുന്ന മംഗളദേവി ക്ഷേത്രത്തിന്റെ ഭൂരിഭാഗവും ഇന്ന് തകർന്ന നിലയിലാണ്. എങ്കിലും കണ്ണകി കുടികൊള്ളുന്ന ക്ഷേത്രത്തിന് അലങ്കാരമാകുന്നത് സഹ്യപർവ്വതങ്ങളും ഘോരവനവുമാണ്. ഭക്തിസാന്ദ്രമായ ഉത്സവ ഓർമ്മകളുമായി ദേശഭാഷാഭേദമന്യേ കണ്ണകി ഭക്തർ മലയിറങ്ങി. അടുത്ത ചിത്ര പൗർണമിക്കായുള്ള കാത്തിരിപ്പിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാതൃഭൂമി ന്യൂസ്. നന്ദുഷ ഉണ്ട് കൂടെ. ഗുഡ് മോർണിംഗ് നന്ദുഷ. അതിഗംഭീരമായ കാഴ്ചയായിരിക്കും അല്ലേ? കാരണം അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന സ്ഥലമാണ്. അതേ ആകാംക്ഷയുടെയും പ്രാർത്ഥനയുടെയും വന്നു ചേരുന്ന ഒരുപാട് മനുഷ്യർ വരുന്ന ഒരിടം. ഈ ഉത്സവ ദിവസം ചിത്രാ പൗർണമി നാളിലല്ലാതെ ദിവസങ്ങളിൽ അവിടെ പൂജയോ മറ്റോ ഉണ്ടോ? ഇല്ല മോത്തി, വർഷത്തിൽ ഒരൊറ്റ ദിവസം മാത്രമാണ് മംഗളാദേവി ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നത്. അത് ഈ ചിത്ര പൗർണമി നാളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഇത്രയധികം തിരക്കുണ്ടാകുന്നതും. കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലും മറ്റൊരു ആരാധനാലയത്തിലും കാണാത്ത ഒരു തരത്തിലുള്ള വൈവിധ്യമാണ് ഈ ക്ഷേത്രത്തിൽ നാം കാണുന്നത്. മറ്റൊന്നുമല്ല, കുമളിയിൽ നിന്നും ഏതാണ്ട് 16 കിലോമീറ്ററോളം അകലെയാണ് ഈ ക്ഷേത്രം. കൊടും കാടിനുള്ളിലൂടെയാണ് ഈ യാത്ര. പെരിയാർ ടൈഗർ റിസർവിനുള്ളിലൂടെ മലയും കാടും ഒക്കെ താണ്ടിയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ശബരിമല നമുക്കറിയാം ഒരു കാനന ക്ഷേത്രമൊക്കെ ആണെങ്കിലും അതൊരു കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥാടന കാലയളവായതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു വനാന്തരീക്ഷത്തിനൊക്കെ ഒരു ഭാഗികമായെങ്കിലും ഒരു ഭംഗം വരാറുണ്ട്. എന്നാൽ മംഗളാദേവി അത്തരത്തിലൊരു കാഴ്ചയല്ല. ഒറ്റ ദിവസം മാത്രമാണ് തീർത്ഥാടനം എന്നതുകൊണ്ട് തന്നെ ആ വനത്തിനുള്ളിലൂടെയുള്ള ഒരു യാത്ര നമുക്ക് തീർച്ചയായും അനുഭവിച്ചറിയാൻ തന്നെ സാധിക്കും. കാടിൻ്റെ ഒരു വന്യതയിലൂടെ നമുക്ക് യാത്ര ചെയ്ത് ആ അമ്പലത്തിലേക്ക് എത്താൻ സാധിക്കും. അത് നമ്മൾ വളരെയധികം അത്ഭുതത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യം, സമീപത്തൊന്നും പാറമലകൾ അല്ലെങ്കിൽ പാറ ഉണ്ടാക്കുന്ന മലകളൊന്നും ഇല്ലെങ്കിൽ പോലും ആ വലിയ പാറക്കെട്ടുകൾ കൂട്ടിവെച്ചിട്ടുള്ള ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ആ പാറക്കെട്ടുകൾ, കൂറ്റൻ പാറക്കെട്ടുകൾ എങ്ങനെ അവിടെ എത്തിച്ചു എന്നുള്ള രീതിയിലുള്ള വലിയ അത്ഭുതങ്ങളൊക്കെ നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. വലിയ ആശയക്കുഴപ്പത്തിലേക്കും ചരിത്രാന്വേഷണത്തിലേക്കും ഒക്കെ നയിച്ചേക്കാവുന്ന ഇപ്പോഴും ഒരു സംശയം തന്നെയാണ് ആ പാറക്കെട്ടുകളും ആ ക്ഷേത്രവും അവിടെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഈ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നത് മധുരാ നഗരം കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകി ശാന്തമായി ഇരിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് മംഗളാദേവി എന്ന നിലയിലാണ്. എങ്കിൽ പോലും ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും പിന്നീട് അതിൻ്റെ തകർച്ചയും ഒക്കെ തന്നെ ഇന്നും ഒരു പുകമറയ്ക്കുള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ആർക്കിയോളജി വകുപ്പും മറ്റ് ചരിത്രാന്വേഷണവും ഒക്കെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു യഥാർത്ഥ ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ രീതിയെയൊക്കെ പറ്റി പഠനം നടത്തിയിരുന്നെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചില്ല. ഇന്നും മംഗളാദേവി ഒരു അത്ഭുതമായി തന്നെ നിലനിൽക്കുകയാണ്.
അവിടേക്കുള്ള യാത്ര തന്നെ വളരെയധികം നമുക്ക് അവിസ്മരണീയമായ ഒരു ഘടകം തന്നെയാണ്. കാരണം ഇപ്പോൾ വേനൽക്കാലമാണ്, വളരെയധികം ചൂടാണ്, കനത്ത പൊടിക്കാറ്റാണ്. നമ്മൾ തുറന്ന ജീപ്പിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് എത്തി തിരികെ കുമളിയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ മുടി മുഴുവൻ പൊടിയൊക്കെ നിറഞ്ഞ് നമ്മുടെ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ മുഴുവൻ പൊടിയിൽ മുങ്ങിയാണ് വരുന്നത്. നല്ല ചൂടും കുടിവെള്ളത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നല്ല ദാഹമൊക്കെ അനുഭവിച്ചാണ് നമ്മൾ പോയി വരുന്നതെങ്കിൽ പോലും ഒരിക്കലും മറക്കാനാകാത്ത ഒരു തീർത്ഥാടന അനുഭവം തന്നെയാണ് മംഗളാദേവി പോകുന്ന ഓരോ ഭക്തനും, ഓരോ തീർത്ഥാടകനും, ഓരോ യാത്രികനും സമ്മാനിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. മംഗളാദേവിയുടെ വൈവിധ്യങ്ങൾ